Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് PHPയിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലെ രണ്ട് കൺസെപ്റ്റ്സ് ആണ്. അപ്പോൾ ആദ്യമായിട്ടുള്ളത് കൺസ്ട്രക്ടർ എന്ന് പറയുന്ന കാര്യം എന്താണെന്നുള്ളതും പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു വെച്ചിട്ട് പ്രോഗ്രാമിങ്ങിൽ ഉള്ള ഈ ഒരു $this എന്ന് കൊടുത്തിരിക്കുന്നത് ആക്ച്വലി എന്താണ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൺസ്ട്രക്ടർ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കോഡ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സെയിം കോഡാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രീവിയസ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. അപ്പോൾ ഇതിൽ കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഊപ്സിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിലാണെങ്കിൽ ഈ ഒരു ലൈനിലാണ് ഒബ്ജക്റ്റ് ക്രിയേഷൻ നടക്കുന്നത്. ആ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവുന്ന ഒരു മെത്തേഡാണ് ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യണം, അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നടക്കണമെങ്കിലാണ് നമ്മൾ ആ ഒരു കൺസ്ട്രക്ടർ എന്ന് പറയുന്ന ഫീച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നോർമലി നമ്മൾ ആദ്യത്തെ ഒരു മെത്തേഡ് തന്നെയാണ് ഒരു കൺസ്ട്രക്ടർ നമ്മൾ എഴുതുന്നത്. അപ്പോൾ കൺസ്ട്രക്ടറിൻ്റെ പേര് PHPയിൽ പറയുകയാണെങ്കിൽ ഒരു സ്പെഷ്യൽ നെയിമാണ് കൺസ്ട്രക്ടറിനുള്ളത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അണ്ടർസ്കോർ കൺസ്ട്രക്ട് എന്ന് പറയുന്ന ആ ഒരു നെയിമാണ് കൺസ്ട്രക്ടറിന് കൊടുക്കുന്നത്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇതുവരെ എഴുതിയ ഒരു കോഡിനെ നമുക്ക് കുറച്ചും കൂടി സിമ്പിളാക്കാനായിട്ട് സാധിക്കും. അതായത് ഈ സെറ്റ് നെയിം എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിനെ നമ്മൾ കൺസ്ട്രക്ടറിലേക്ക് ഇപ്പോൾ മാറ്റാൻ പോവുകയാണ്. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ദിസ് നെയിം എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തിനെ നമ്മൾ കൺസ്ട്രക്ടർ ത്രൂ ആണ് പാസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതായത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു വാല്യൂവിനെ നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡിൻ്റെ ആവശ്യം നമുക്കിനിയില്ല. അപ്പോൾ അത് മാറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ചേഞ്ചസ് നമുക്ക് ഇവിടെയും വരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്ത പോലെ സെറ്റ് നെയിം എന്ന് പറയുന്ന മെത്തേഡിലായിരുന്നു ആ ഒരു കാറിൻ്റെ നെയിം പാസ് ചെയ്തിരുന്നത്. അപ്പോൾ അത് നമുക്കിനി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ കൺസ്ട്രക്ടറിലേക്ക് വാല്യൂസ് പാസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ക്ലാസിൻ്റെ ആ ഒരു പേര് കൊടുക്കുന്ന സ്ഥലത്ത് തന്നെയാണ്. അപ്പോൾ ഇവിടെ പാസ് ചെയ്യുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു കൺസ്ട്രക്ടറിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ആസ് പെർ നമ്മുടെ ഒരു കൺസ്ട്രക്ടർ ഡെഫിനേഷൻ വഴിച്ച് ഈ ഒരു കാര്യം എക്സാക്ട്ലി നേരത്തെ വർക്ക് ചെയ്ത പോലെ തന്നെ വർക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കിതൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് ഞാൻ റിലോഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ള അതേ സെയിം ഔട്ട്പുട്ട് മാരുതി എന്ന് പറയുന്ന സെയിം ഔട്ട്പുട്ട് തന്നെ നമുക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റ് ക്രിയേഷൻ സമയത്ത് തന്നെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യേണ്ട വാല്യൂസ് ഇവിടെ പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൽ ഈ ഒരു $നെയിം എന്നൊക്കെ പറയുന്നത് ഒരു ലോക്കൽ വേരിയബിൾ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അതൊരിക്കലും ഈ ഒരു $നെയിം അല്ല. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഈ ഒരു $നെയിം എന്ന് പറയുന്നത് ക്ലാസ് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്ലാസ് വേരിയബിൾസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് ഈ ഒരു $this of name എന്ന് പറയുന്ന പാഷനിലായിരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ ബാക്കി എല്ലാ സ്ഥലത്തും അതിനെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കോളാവുമെന്ന് പറഞ്ഞു. നമുക്കത് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു മെസ്സേജ് വെറുതെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൽ കൺസ്ട്രക്ടർ കോൾഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്കോ മെസ്സേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു പേജ് നമ്മൾ റീലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺസ്ട്രക്ടർ കോൾഡ് എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കലി വന്നിരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ പ്രത്യേകിച്ച് ഈ ഒരു മെത്തേഡ് കോൾ ചെയ്യോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തിട്ടില്ല. പക്ഷേ അത് PHP ബിഹൈൻഡ് ദ സീൻസ് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് കൺസ്ട്രക്ടറിൻ്റെ പ്രത്യേകത. ഇനീഷ്യലൈസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ക്രിയേഷൻ സമയത്ത് ഓട്ടോമാറ്റിക്കലി കൺസ്ട്രക്ടർ മെത്തേഡ് കോളാവും. അപ്പോൾ നിങ്ങൾ മറ്റൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഈ നെയിം എന്ന് പറയുന്ന ആ ഒരു വാല്യൂ സെക്കൻഡ് ഒബ്ജക്റ്റിനും നിങ്ങൾക്ക് പാസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോഗ്രാമിങ്ങിൽ കൺസ്ട്രക്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഇതിൽ ഈ ഒരു പേര് ഇങ്ങനെ തന്നെ കൊടുക്കണം. PHPയിൽ ആ ഒരു സ്പെഷ്യൽ നെയിം വെച്ചിട്ടാണ് അത് കൺസ്ട്രക്ടർ ആണെന്ന് PHP ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ $this എന്ന് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ലൈനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒബ്ജക്റ്റിൻ്റെ പേരെന്ന് പറയുന്നത് കാർ ഒബ്ജക്റ്റ് 1 എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഒബ്ജക്റ്റ്
ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അതിനൊരു നെയിമുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഇൻസ്റ്റൻസിനെ, ഇതൊരു ഇൻസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻസ്റ്റൻസ് നമുക്ക് ഒരു ക്ലാസ്സിൻ്റെ അകത്ത് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ നെയിം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല. അപ്പോൾ കറണ്ട് ഇൻസ്റ്റൻസ് എന്ന് ഡിനോട്ട് ചെയ്യാനായിട്ടാണ് ഈ $this എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഒബ്ജക്റ്റ് വെച്ചിട്ട് ഇവിടെ ആക്സസ് ചെയ്യുന്ന പോലെ പബ്ലിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിൻ്റെ പുറത്തും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ കാർ ഒബ്ജക്റ്റ് 1 ഓഫ് നെയിം ഇങ്ങനെ കൊടുത്താലും ഈ ഒരു ഔട്ട്പുട്ട് മാറുന്നതല്ല, സെയിം ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതാണ് ഈ ഒരു ദിസ് എന്ന് പറയുന്ന നെയിം വരാനുള്ള കാരണം ക്ലാസ്സിൻ്റെ അകത്ത് ഒബ്ജക്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ആയിട്ടില്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന് നെയിം ഇല്ല. അപ്പോൾ ആ ഒരു നെയിം ഇല്ലാത്തതുകൊണ്ട് അതിനൊരു ജനറൽ ഒരു നെയിമിലാണ് PHP അതിനെ കോൾ ചെയ്യുക. അപ്പോൾ ആ ഒരു നെയിമാണ് $this എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ബേസിക്കലി ഒരു വീഡിയോയിൽ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഇനി ഒരുപാട് കൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ അത് ഓരോരോ കൺസെപ്റ്റ്സ് നമ്മൾ ഓരോ വീഡിയോസിലായിരിക്കും കവർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ചെയ്ത് നോക്കി തന്നെ പഠിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.